ഒരു പണിയില്ല, പട്ടിണി കിടക്കുന്നു ഞങ്ങളൊക്കെ. ഞങ്ങൾ എവിടെ പോകും? പിന്നെ എന്തിനു സാറേ ഇപ്പൊ എടുത്ത തടികളെല്ലാം കൊണ്ടുപോയി? പിന്നെ എന്തിന് കേസെടുക്കൂടെ? കലക്ടറും പിന്നെ മന്ത്രിയും MLA ഒക്കെ വന്നപ്പോൾ പറഞ്ഞാണ് തടികൾ അഥവാ എടുത്താലും തടികളിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, നിങ്ങളെ പിടിക്കത്തതും ഇല്ല, ഇതിന് കേസും ഇല്ലെന്ന് പറഞ്ഞു. അതപ്പോ ഞങ്ങളത് ഒഴുക്കി വിട്ടെങ്കിലോ? ഇനി ഞാൻ പറയുന്ന സാറേ സത്യമാണ് ഞാൻ പറയുന്നത്. സാധനങ്ങൾ ഈ കടലിൽ ഒഴുകി വന്നാൽ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു സാധനം തൊടത്തില്ല. അങ്ങനെ തന്നെ വയ്യും. അപ്പൊ ഇതിപ്പോ സാറ് പറയുന്ന കേസ് കൊടുക്കുമെന്ന് പറയുന്നു. എല്ലാം കൊടുത്തല്ലേ തടികളല്ല, എല്ലാം കാണുതായി. ഇവിടെ അത്ര ഇട്ട തടികളല്ലേ, എവിടെയൊക്കെ കിടന്ന തടികളാണ് ഇപ്പൊ എടുത്തത്. അല്ലെന്നേ SI വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു കേസെടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ തമാശയല്ല, ഒരു കാര്യമായിട്ട് പറഞ്ഞു. അത് തെറ്റല്ലേ സാറേ പറയുന്നത്? മനുഷ്യ സാമൂഹ്യ ഞങ്ങളുടെ മക്കള് കിടന്ന ഒരു ചൂടുവെള്ളം പോലും കുടിക്കാതെ ഈ തണുപ്പത്ത് പോയി ഇത്രയും കാറ്റും പെച്ചലിലും ഈ തടികൾ മൊത്തം ഇവിടെ കയറ്റി വെച്ച് അത് അവര് സുരക്ഷിതമായിട്ട് വന്ന ഒരു വണ്ടിയിൽ സുഖമായിട്ട് എടുത്തോണ്ട് പോകും. പൈസ തരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നല്ല സർക്കാരല്ലേ? അറബിക്കടലിൽ 600-ൽ പരം കണ്ടെയ്നർ മുങ്ങിയിട്ട് ഇന്നലെ കേരള തീരത്തിന്റെ കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ കണ്ടെയ്നർ വന്നടിയുകയും കണ്ടെയ്നറുള്ള സാധനങ്ങൾ വന്നു വരികയും ഒരു കാഴ്ചയാണ്. ഇന്ന് കാലത്തെ 9 മണിക്കോട് ഇന്ന് കൊല്ലം ബീച്ചിൽ ഈ കണ്ടെയ്നറിൽ വന്ന തടികൾ ഇങ്ങനെ ഒഴുകി വരികയും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെല്ലാം ആ തടികളെല്ലാം എടുത്ത് കരക്കടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. പക്ഷെ ആ തടികൾ ഇങ്ങനെ ഈ കടലിൽ ഒഴുകി നടന്നാൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് അവരെ വള്ളത്തിൽ തട്ടുകയും വലയിൽ തട്ടുകയും അവർക്ക് ഉപജീവന മാർഗം തടസ്സപ്പെടുന്നുള്ള ഭയപ്പാട് കൊണ്ട് അവർ ആ വള്ളത്തിൽ ആ ഒഴുകി വന്ന തടികളെല്ലാം കരക്കടിപ്പിക്കുന്ന കാഴ്ചയാണുള്ളത്. അവർ ആ തടികൾ അവർ കണ്ടു നിൽക്കാതെ അവർ ആ തടികളെല്ലാം തന്നെ ബീച്ചിൽ സമയം അടുപ്പിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അവരെല്ലാവരും വന്നുകൊണ്ട് അവരെ പേരിൽ കേസെടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവർ ആ തടികളൊന്നും തന്നെ വീട്ടുകളിൽ കൊണ്ടുപോയിട്ടില്ല, കടത്തീരത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. ഈ തടികൾ ഒരു വണ്ടി കയറ്റി ഇപ്പോൾ കൊല്ലം പോർട്ട് ഓഫീസിൽ പോർട്ടിൽ അവിടെ വിശാലമായ ഗോഡൌൺ ഉണ്ട്, ആ ഗോഡൌണിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. 10 ചേട്ടൻ കപ്പലിൽ നിന്ന് പോയാൽ ഇവിടെയുള്ള ജനങ്ങൾ കണ്ടു നിൽക്കുവോ? ചാടി പിടിക്കത്തില്ലേ? അപ്പൊ തടി ഒഴുകി വന്നവര് എടുത്തതാണ് ഇപ്പൊ കുറ്റമായത്. ഒഴുകി വിട്ടെങ്കില യുവജനങ്ങളെ മക്കളെ ഇവിടെ എല്ലാം കയറി ഇറങ്ങി വലിച്ചു കയറ്റി വിട്ടത്. സുരക്ഷിതമായിട്ട് വന്നവരെ രക്ഷപ്പെടുത്തും. മനുഷ്യരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊരു സാധനം മനുഷ്യത്വം കാണിച്ചു നമ്മളിങ്ങനെ പറയുന്നത്